ഹിസ് മൈൻ പാർട്ട് 8. ജിത്തുവേട്ടന് എന്താ പറ്റിയത് അമ്മേ? ദേവിക്കരികിൽ ചെന്ന് പതിഞ്ഞ ശബ്ദത്തിൽ സാറ ചോദിച്ചപ്പോൾ അവർ അവളുടെ കൈയും പിടിച്ച് കിച്ചൺ ഭാഗത്തേക്ക് നടന്നു. അവിടെ എത്തിയപ്പോൾ അവളുടെ കൈ വിടുവിച്ച് കൊണ്ടവർ പറഞ്ഞു, ഇന്നലെ കുടിച്ച് ബോധമില്ലാതെ ആരോ പണിതിട്ട് പോയതാണ്. ഇന്ന് രാവിലെ ഏട്ടനോട് ഫോൺ വിളിച്ച് ആരോ പറഞ്ഞതാണ്. അപ്പോൾ തന്നെ കൂട്ടിക്കൊണ്ടു വന്നു. അല്ലെങ്കിലും അത് നന്നായി എന്നേ ഞാൻ പറയൂ. ദേവിയുടെ വാക്കുകൾ കേട്ടപ്പോൾ സാറ ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? എന്നാലും ആരാ ഇങ്ങനെയൊക്കെ അടിച്ചത്? എന്തോ ദേഷ്യമുള്ളതുപോലെ, കണ്ടിട്ട് തന്നെ എന്തോ പോലാകുന്നു. വിഷമത്തോടെ അവൾ പറയുന്നത് കേട്ടപ്പോൾ ദേവിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അത് കൃത്യമായി സാറ കണ്ടുവെങ്കിലും അതിനെപ്പറ്റി ചോദിച്ചാൽ അവർ ദേഷ്യപ്പെടുമോ എന്നുള്ള പേടിയിൽ അവൾ ഒന്നും മിണ്ടിയില്ല. നീ ഇതെന്ത് നോക്കി നിൽക്കുക മോളെ? ആദിക്ക് എണീറ്റ ഉടൻ ഒരു ബെഡ് കോഫി നിർബന്ധമാണ്. വേഗം പോയി കൊടുക്കൂ. ദേവി അത് പറഞ്ഞപ്പോഴായിരുന്നു സാറയ്ക്ക് ആദിയെപ്പറ്റി ഓർമ്മ വന്നത്. ആ, ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാം അമ്മേ. സാറ അത് പറഞ്ഞപ്പോൾ ദേവി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഹാളിലേക്ക് പോയി. അവർ പോയപ്പോൾ തന്നെ സാറ വേഗം കോഫി ഉണ്ടാക്കാൻ തുടങ്ങി. മഞ്ജിമയ്ക്ക് കോഫി ആയിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ സാറയ്ക്ക് കോഫി ഉണ്ടാക്കി നല്ല പരിചയവുമായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ കോഫി ഉണ്ടാക്കി മുകളിലേക്ക് പോകാനായി ഹാൾ വഴി പോകുമ്പോൾ കണ്ടു ജിത്തുവിനെ താങ്ങി പിടിച്ച് മുറിയിലേക്ക് കൊണ്ടുപോകുന്ന രമയെയും രഘുരാമനെയും. ആ കാഴ്ച ഒന്ന് നോക്കിക്കൊണ്ടവൾ വേഗത്തിൽ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറിപ്പോയി. മുറിയിലെത്തിയിട്ടും ആദ്യം എഴുന്നേറ്റ് കാണാത്തത് കണ്ട സാറ ചെറുചിരിയോടെ അവനരികിലേക്ക് ചെന്നു. കോഫി കപ്പ് ടേബിളിന് മുകളിൽ വെച്ചുകൊണ്ടവൾ അവൻ്റെ അരികിലായിരുന്നു. അവനെ ഒന്ന് നോക്കി. പുറംതിരിഞ്ഞ് തലയണയിൽ മുഖം അമർത്തിയാണ് കിടപ്പ്. രാത്രി മുതൽ രാവിലെ വരെ അവൻ തൻ്റെ മാറോട് ചേർന്നാണല്ലോ കിടന്നത് എന്ന ഓർമ്മയിൽ അവളുടെ കവിളുകൾ ചുവന്നു തുടുത്തിരുന്നു. ഇച്ഛായ, അവൾ അവൻ്റെ പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് വിളിച്ചു. എന്നാൽ അവനൊന്ന് അനങ്ങുക പോലും ചെയ്യാത്തത് കണ്ടപ്പോൾ അവൾ വീണ്ടും അവൻ്റെ പുറത്ത് ശക്തിയായി കുലുക്കിക്കൊണ്ട് വിളിച്ചു, ഇച്ഛായ. എന്നാൽ അവളുടെ പ്രവൃത്തിയും ഉറക്കെയുള്ള വിളിയും കൂടി ആയപ്പോൾ ആദ്യ കണ്ണു തുറക്കാതെ കൈയെത്തിച്ചുകൊണ്ട് അവളെ ബെഡിലേക്ക് മറച്ചിട്ട ശേഷം അവൾക്ക് മേലെയായി കയറി കിടന്നു. ഒരു നിമിഷം ശ്വാസം വിലങ്ങിയതുപോലെ തോന്നി. കഴുത്തിൽ പതിയുന്ന അവൻ്റെ ചുടുനിശ്വാസം അവളിൽ ഇന്നേ വരെ അന്യമായ വികാരങ്ങളൊക്കെ ഉണർത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ ചെറുതായി ഒന്ന് അടിച്ചുകൊണ്ടവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് സമ്മതിക്കാതെ അവൻ അവളുടെ ഇരു കൈയിലും തൻ്റെ കൈകൾ കോർത്തു വെച്ച് ബെഡിലേക്ക് അമർത്തി. എന്നാൽ അപ്പോഴും അവൾ അവളെക്കൊണ്ടാവുന്നതുപോലെ എഴുന്നേറ്റ് മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഏഞ്ചൽ. കാതിൽ ചുണ്ടമർത്തിക്കൊണ്ടുള്ള അവൻ്റെ വിളിയിൽ അവളുടെ പിടച്ചിലുകൾ നിശ്ചലമായി. എതിർത്തിരുന്ന കരങ്ങൾ അവനെ അവളിലേക്ക് ചുറ്റി വരിഞ്ഞു. ഞാൻ എത്രയും രാവിലെ ഒന്നും എഴുന്നേൽക്കാറില്ല ഏഞ്ചൽ. ആദ്യമൊക്കെ ജോഗിങ്ങിന് വേണ്ടി എഴുന്നേൽക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. അത് നിനക്ക് അറിയില്ലേ? എന്നിട്ടും എന്തിനാ നീ എന്നെ വിളിച്ചത്? കഴുത്തിൽ മുഖമിട്ടുരസിക്കൊണ്ടുള്ള അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്ത് പറയണമെന്നറിയാതെ അവൾ ഉമിനീരിറക്കി കിടന്നുപോയി. അത് എനിക്കറിയില്ല. അവൾ പറയുന്നതിനനുസരിച്ച് ആദിയുടെ മുഖം അവളുടെ കഴുത്തിൽ ആഴത്തിൽ പതിയുന്നതിനാൽ വാക്കുകൾ പലപ്പോഴും മുറിഞ്ഞു പോയി. അവൾ അത് പറഞ്ഞപ്പോൾ ആദി അവൾക്ക് മേലെ എഴുന്നേറ്റ് കൈകുത്തി നിന്നു. അപ്പോൾ അവൻ എന്താ ചെയ്യാൻ പോണത് എന്ന് നോക്കി നിന്ന സാറയെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടവൻ അവൾക്ക് മേലെ നിന്നുകൊണ്ട് തന്നെ പുഷപ്പ് എടുക്കാൻ തുടങ്ങി. ഓരോ തവണ അവൻ താഴ്ന്നു വരുമ്പോഴും അവളുടെ കവിളിലും നെറ്റിയിലും ചുണ്ടിലും താടിത്തുമ്പിലുമൊക്കെ ചുംബിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ സാറ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൻ്റെ താഴെ ഒതുങ്ങിക്കിടന്നു. അപ്പോഴുള്ള അവളുടെ ചിരിയിൽ ലയിച്ചു നിന്ന ആദി അങ്ങനെ തന്നെ കുറെ പുഷപ്പ് എടുക്കാൻ തുടങ്ങി. ഇതേസമയം ബെഡിൽ തലയണ ചാരി വെച്ച് ജിത്തുവിനെ ഇരുത്തുകയാണ് രമയും രഘുരാമനും. അപ്പോഴും രമയുടെ കരച്ചിൽ കഴിഞ്ഞിരുന്നില്ല. അത് കണ്ടപ്പോൾ രഘുവിന് ദേഷ്യം വരാൻ തുടങ്ങി. കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്. ശവം, ആരെ കാണിക്കാനാ നീ ഇങ്ങനെ കരഞ്ഞഭിനയിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഒന്ന് പോയിത്താ. അയാളുടെ വാക്കുകൾ കേട്ടപ്പോൾ അവർ കണ്ണുനീരോടെ അവരെ രണ്ടുപേരെയും നോക്കി. നിങ്ങൾ എന്താ രഘുവേട്ട ഈ പറയുന്നത്? ഇവൻ എൻ്റെയും കൂടെ മോനല്ലേ? അപ്പോൾ ഇവന് വേദനിച്ചാൽ എനിക്ക് സഹിക്കില്ല. സാരിത്തുമ്പിനാൽ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു. അപ്പോൾ അവരിൽ വല്ലാത്ത സങ്കടവും ദേഷ്യവും ഒക്കെ വന്നു നിറയുന്നുണ്ടായിരുന്നു. ഓ, ഇപ്പോൾ വലിയ മോൻ സ്നേഹമാണല്ലോ. ഇന്നലെ രാത്രി വരെ അവനെക്കൊണ്ട് എന്നോട് കുറ്റം പറഞ്ഞവളല്ലേ നീ? എന്നിട്ടിപ്പോൾ പൊയ്ക്കോ അവിടുന്ന്. എൻ്റെ മോനെ നോക്കാൻ എനിക്കറിയാം. അവരുടെ വാക്കുകൾ കേട്ടതുകൊണ്ടും ജിത്തു അങ്ങനെ ഒരവസ്ഥയിലായതുകൊണ്ടുള്ള ദേഷ്യവും ഒക്കെ രഘു അവരുടെ നേരെ തീർത്തു. ഓ, ഒന്ന് മിണ്ടാതെ പോയി തരുമോ രണ്ടാളും? അല്ലെങ്കിൽ ഞാനിവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പറഞ്ഞേക്കാം. മനുഷ്യനൊരു സ്വസ്ഥതയും തരില്ലേ? ഇതേസമയം അവരുടെ വഴക്ക് കേട്ട ജിത്തു ദേഷ്യത്തിൽ അലറിക്കൊണ്ടത് പറഞ്ഞപ്പോൾ രമ കരഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി. അവർ പോയി കഴിഞ്ഞപ്പോൾ രഘു വേഗം വാതിൽ അടച്ച് ജിത്തുവിൻ്റെ അരികിലായി ചെന്നിരുന്നു. ആരാ ഇത് ചെയ്തത്? അയാൾ ദേഷ്യത്തിൽ അവനോട് ചോദിച്ചു. വേറെ ആര്? അവൻ തന്നെ, ആദിശേഷൻ. അവനല്ലാതെ വേറെ ആരും ഇതിന് മുതിരില്ല.
ഇതൊക്കെ ഒന്ന് ഭേദമാകട്ടെ, എന്നിട്ട് ഞാൻ കൊടുത്തോളാം. ഞാൻ അവനെല്ലാം ചേർത്ത്. പകയോടെ ജിത്തു പറയുമ്പോൾ അതേ പക തന്നെയായിരുന്നു രഘുവിലും ഉണ്ടായിരുന്നത്. ആദിയെ തളർത്താനുള്ള മാർഗങ്ങൾക്ക് വേണ്ടി അവർ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാലഭൈരവന്റെ അവതാരമാണ് ആദിശേഷൻ എന്നും അവൻ തങ്ങളുടെ കാലനാവുമെന്നും അവർ ആ സമയം അറിഞ്ഞില്ല. ഇതേസമയം ആദിയുടെ മുറിയിൽ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആദിക്കരികിൽ ഇരിക്കുകയാണ് സാറ. ഇച്ചായ, താഴത്തെ സംഭവങ്ങളൊന്നും അറിഞ്ഞില്ലേ? ആ നേരമായിട്ടും താഴെ നടന്നത് എന്താണെന്ന് പോലും ചോദിക്കാതെ ഇരിക്കുന്ന ആദിയോട് അവൾ സംശയത്തോടെ ചോദിച്ചു. എന്തറിഞ്ഞില്ലേ എന്ന് അവൻ അവളെ നോക്കി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചത് കേട്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി അവനൊന്നും അറിഞ്ഞില്ല എന്ന്. അതില്ലേ ഇച്ചായ, താഴെ ജിത്തുവേട്ടനെ ദേഹം നിറയെ കെട്ടുകളൊക്കെയായി അവശനായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി ആരോ വന്നിടിച്ചതാ പോലും. കണ്ണും വിടർത്തിക്കൊണ്ട് താഴെ നടന്നത് ഓരോന്നും അവൾ പറയുമ്പോൾ ആദി പുച്ഛത്തോടെ ചുണ്ടു കൂട്ടിച്ചിരിച്ചു. ഓഹോ, അങ്ങനെയൊക്കെ നടന്നോ? എന്നാ പിന്നെ ഈ കാര്യം എന്താ ഇച്ചായന്റെ ഏഞ്ചൽ കൊച്ച് നേരത്തെ പറയാനേ? വാ, നമുക്ക് പോയി ഒന്ന് കണ്ടിട്ട് വരാം. അത്രയും പറഞ്ഞ് കോഫി കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ടവൻ അവളുടെ കയ്യിൽ പിടിച്ച് റൂമിൽ നിന്നും ഇറങ്ങി. സ്റ്റെയറിനരികിൽ എത്തിയപ്പോൾ അവൻ ഒന്ന് നിന്ന ശേഷം കൂടെയുള്ള സാറയെ ഇരു കൈയാൽ കോരിയെടുത്തുകൊണ്ട് സ്റ്റെയർ ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴുള്ള അവന്റെ നീക്കത്തിൽ അവൾ ഒന്ന് പകച്ചു പോയി എങ്കിലും അവന്റെ കഴുത്തിൽ കൈയിട്ട് പിടിച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അവർ താഴെ എത്തിയതും കുസൃതി ചിരിയോടെ ആദി സാറയെ താഴെ വെക്കാൻ നോക്കുമ്പോഴാണ് അവരെ രണ്ടുപേരെയും നോക്കി ഞെട്ടലോടെ പുറത്തു നിൽക്കുന്ന മഞ്ജിമയെ കണ്ടത്. അപ്രതീക്ഷിതമായി മഞ്ജിമയെ കണ്ടപ്പോൾ ആദിക്കും സാറയ്ക്കും എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. അവൻ പതിയെ സാറയെ നിലത്തേക്കിറക്കിയപ്പോൾ അവൾ ഭയത്തോടെ അവന്റെ പിറകിൽ പോയി നിന്ന് മഞ്ജിമയെ നോക്കി. എന്നാൽ മഞ്ജിമയുടെ ശ്രദ്ധ മുഴുവനും സാറയുടെ കഴുത്തിൽ കിടന്ന് വെട്ടിത്തിളങ്ങുന്ന താലിമാലയിലായിരുന്നു. അത് കാണുന്തോറും അവളിൽ ദേഷ്യവും പകയും വെറുപ്പും ഒക്കെ വന്നു നിറയാൻ തുടങ്ങി. മുഷ്ടി ചുരുട്ടി പിടിച്ച് മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ടവൾ അകത്തേക്ക് കയറുമ്പോൾ കണ്ടു പിന്നിൽ നിൽക്കുന്ന സാറയുടെ കയ്യിൽ പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആദിയെ. അതുകൂടി കണ്ടപ്പോൾ അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നിന്നു.